പിക്കിൾ കൊണ്ട് രുചികരമായൊരു അച്ചാർ തയ്യാറാക്കാം. ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ ആപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉള്ളൊരു ആപ്പിളാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ആപ്പിളോ ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ ചെയ്തിട്ടുള്ള ആപ്പിൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ആപ്പിൾ പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ അച്ചാറിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ തിന്നായിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആപ്പിളും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരു 5 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോയോളം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2 ആപ്പിൾ എടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ഒരു പകുതി അളവിൽ ചെയ്താൽ മതിയോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ഒരു ബൗളിലേക്ക് പകർത്താം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ആപ്പിളും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിനാണ് ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പച്ചമുളകൊക്കെ ചേർക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെ അളവ് ഞാൻ പറഞ്ഞതുപോലെ 2 മുതൽ ഒരു 4 പച്ചമുളക് വരെയൊക്കെ ചേർക്കാം, അത് എരിവ് അനുസരിച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് സമയത്തിരിക്കുമ്പോഴാണ് ഈ ഒരു അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് ആവുന്നത്. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ അച്ചാറിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ട് ചതച്ചെടുത്തത് അല്ലെങ്കിൽ പൊടിച്ചത് ചേർക്കാം. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് വെളിച്ചെണ്ണയെക്കാളും. നല്ലെണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 4 വറ്റൽ മുളകും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 3 ടീസ്പൂൺ നിറച്ചും മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണിത്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും, എന്നാൽ എരിവും കുറവായിരിക്കും. ഇനി ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം ചേർക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കടുക് ചതച്ചതും കായപ്പൊടിയും അതുപോലെ വിനാഗിരിയും കൂടെ ചേർക്കാം. വിനാഗിരി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി ചേർക്കുമ്പോൾ നല്ലൊരു പുളിയും അതുപോലെ അച്ചാറ് പെട്ടെന്ന് കേടാവാതെ ഇരിക്കും. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരു 4 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഗ്രീൻ ആപ്പിളിലേക്ക് ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വെച്ചാണ് എങ്കിൽ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അച്ചാറിന് വേണ്ട ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ മാറ്റി വെച്ചത് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഒരിക്കലും ഇത് ചൂടോടുകൂടി ഗ്രീൻ ആപ്പിളിലേക്ക് ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഗ്രീൻ ആപ്പിളിലേക്ക് ചേർക്കുക. ചൂടോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ക്രഞ്ചിനെസ് അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ആപ്പിളും അതുപോലെ ആ അച്ചാറിൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെ രുചികരമായ
ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1-2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ അച്ചാർ കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ആപ്പിളൊക്കെ നന്നായിട്ട് ആ ഒരു അച്ചാറിൻ്റെ ഒരു മിക്സൊക്കെ പിടിച്ച് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് ട്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് ഈ അച്ചാർ പകർത്താം. ഏകദേശം 1 മാസം വരെയൊക്കെ ഈ അച്ചാർ കേടാവാതെ തന്നെ ഇരിക്കും. അപ്പോൾ ആപ്പിൾ വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.